ഇരു രാജ്യക്കാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ അതിൽ നഷ്ടങ്ങൾ ആർക്കും ഉണ്ടായിരിക്കില്ല. ഏതെങ്കിലും ഒരു രാജ്യക്കാർ വിട്ടുകൊടുത്താൽ മതി, പിന്നെ വിജയം മാത്രമായിരിക്കും രണ്ട് രാജ്യക്കാർക്കും ഒരുപോലെ വന്നു ചേരുക. നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷമാണ് ബംഗ്ലാദേശിലെ വിമാനം പാകിസ്ഥാനിലേക്ക് പറന്നിറങ്ങുന്നത്. പ്രത്യേകിച്ച് വ്യോമയാന ഗതാഗതത്തിൽ തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ രണ്ട് രാജ്യക്കാർക്കും ഒരുപോലെ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുക. ഈ നഷ്ടം ഇപ്പോൾ ഇവർക്ക് പരസ്പരം മനസ്സിലായിരിക്കുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ബംഗ്ലാദേശിൻ്റെ വിമാനം 14 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ ഇരു രാജ്യക്കാരും തമ്മിലുള്ള ആ വ്യോമഗതാഗത തടസ്സമാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയിൽ നിന്നും വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടി പാകിസ്ഥാൻ്റെ കറാച്ചിയിലുള്ള ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങി. ഇതോടെ 14 വർഷത്തെ നീണ്ട വ്യോമഗതാഗത തടസ്സമാണ് ഇരു രാജ്യക്കാരും തമ്മിൽ ഇല്ലാതായിരിക്കുന്നത്.